ഈ റാഹാബിനെ കല്യാണം കഴിച്ചത് ദേശം ഒറ്റുനോക്കാൻ വന്ന 2 ചാരന്മാരിൽ ഒരാളായിരുന്നു എന്ന്. അങ്ങനെ ആ പേര് പരിശോധിക്കുമ്പോൾ ആളുടെ പേര് സൽമോൻ എന്നാണ്. അപ്പോൾ സൽമോൻ റാഹാബിനെ വിവാഹം കഴിക്കുകയും അങ്ങനെ സൽമോനിൻ്റെയും റാഹാബിൻ്റെയും മകനായിട്ട് ബോവാസ് ജനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ റാഹാബിൻ്റെ മകനായ ബോവസ് ഇവിടെ വിജാതീയ സ്ത്രീയായ റൂത്തിനെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം തന്നെ വിവാഹം കഴിക്കുകയും ബോവസിനും റൂത്തിനും ജനിക്കുന്ന മകൻ, ആ മകൻ്റെ പേര് ഓബദ് എന്നാണ്, ഓബദിനെ ജനിപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കരുതുന്നു. റാഹാബിൻ്റെ മകൻ ബോവസ് റൂത്തിനെ വിവാഹം കഴിക്കുന്നു. റൂത്തിൻ്റെ മകൻ ഓബദ്. റാഹാബിൽ നിന്ന് റൂത്തിൽ നിന്ന് വരുന്ന മകൻ്റെ പേരാണ് ഓബദ്. ഓബദിൻ്റെ മകനാണ് ജസ്സെ. ജസ്സയുടെ മകനാണ് ദാവീദ്. ദാവീദിൻ്റെ പുത്രനാണ് ഈശോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എളിമയും ദൈവാശ്രയവും വിശ്വസ്തതയും വിധേയത്വവുമൊക്കെ കൈമുതലായ ഒരു വിജാതീയ സ്ത്രീ